ഹലോ എവരി വൺ. നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്നുള്ള പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഈ ഓൺലൈൻ ക്ലാസ് വഴി കാണാൻ ശ്രമിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ്. എന്താണ് ഈ അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ്, എന്താണ്, അതുപോലെ തന്നെ ഈ നമ്മൾ മൈക്രോ പ്രോസസ്സർ പഠിച്ച കാര്യങ്ങളായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റ് ഈസ് സംതിങ് കോൾഡ് ആസ് എ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു കമ്പ്യൂട്ടറിനെ കൂടെ ഒരു പണി ചെയ്യിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, വി റൈറ്റ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കോൾഡ് ആസ് എ പ്രോഗ്രാം. അല്ലേ, നമ്മൾ 3ാം സെമസ്റ്ററിൽ പൈത്തൺ പഠിച്ചപ്പോൾ നമ്മൾ എന്താ എഴുതാറുള്ളത്, വി റൈറ്റ് പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്ലേ, പ്രിൻറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്നൊക്കെ നമ്മൾ പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്സാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക് ഓൺ എ കമ്പ്യൂട്ടർ വി പ്രിപ്പയർ എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അല്ലേ, ഓരോ ലൈനും ഓരോ ഇൻസ്ട്രക്ഷനാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ പ്രോഗ്രാം. ഇനി ഇതേപോലെ ഒരുപാട് പ്രോഗ്രാംസ് എഴുതി കഴിഞ്ഞാൽ അതെന്തായി മാറും, അത് സോഫ്റ്റ്വെയറായി മാറും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമിനാണ് നമ്മളതിനെ സാധാരണ സോഫ്റ്റ്വെയർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ എങ്ങനെ എന്തൊക്കെ പ്രോഗ്രാം ചെയ്താലും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് സീറോസും വൺസും മാത്രമേ ഉള്ളൂ. സോ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ്സ് ഓൺലി ബൈനറി അരിത്തമെറ്റിക് ആൻഡ് ബൈനറി ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹെൻസ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ കോഡഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ഇൻ ദ ഫോം ഓഫ് സീറോസ് ആൻഡ് വൺസ്. എ പ്രോഗ്രാം റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് സീറോസ് ആൻഡ് വൺസ് ഇസ് കോൾഡ് ആസ് എ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നത് പരിപൂർണ്ണമായിട്ടും സീറോസും വൺസും വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ഓക്കെ, ഏറ്റവും ആദ്യം വന്ന ലാംഗ്വേജസൊക്കെ മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. ഓൾസോ കോൾഡ് എസ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കാരണം അത് മെഷീനായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. സീറോസ് ആൻഡ് വൺസ് വെച്ച് പ്രോഗ്രാം ചെയ്യും. നമ്മൾ ഇപ്പോൾ കാണുന്ന പൈത്തണിലെ പോലെ പ്രിൻ്റ് ഒന്നുമില്ല, വെറും സീറോസും വൺസും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ ദിസ് മെഷീൻ ലാംഗ്വേജ് ദർ ഇസ് എ സ്പെസിഫിക് ബൈനറി കോഡ് ഫോർ എൻ ഇൻസ്ട്രക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഇൻ്റൽ 8085 ടു ആഡ് 2 നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്റ്റർ അക്യൂമുലേറ്ററിൽ ഒരു നമ്പർ സ്റ്റോർ ചെയ്യും, രജിസ്റ്റർ ബിയിൽ ഒരു നമ്പർ സ്റ്റോർ ചെയ്യുന്നു ഇരിക്കട്ടെ. അതിൻ്റെ ബൈനറി കോഡ് രണ്ടും കൂടെ ആഡ് ചെയ്യാനുള്ള ബൈനറി കോഡ് ഇറ്റ് ഈസ് 1 and 7 zeros. ഓക്കെ, 1 കഴിഞ്ഞ് 7 പൂജ്യങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഇതാണ് ബൈനറി കോഡ്. ഇത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ബൈനറി കോഡാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ പ്രോഗ്രാം ടു റൈറ്റ് എ പ്രോഗ്രാം ഇൻ മെഷീൻ കോഡ്സ്. ഇത് 1 0 മച്ച് എഴുതാനായിട്ട് ഇതെല്ലാം ഓർത്തിരിക്കാനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇതിൽ തെറ്റുകൾ വളരെ പെട്ടെന്ന് സംഭവിക്കും. ഒരു 0 1 ആയി മാറിക്കഴിഞ്ഞാൽ ആകെ ചിലപ്പോൾ താറുമാറായി പോകും. അല്ലേ, അപ്പോൾ നമുക്കിനി എന്താ വേണ്ടത്, ഇതിനൊരു പരിഹാരം എന്താ, ടു എനേബിൾ പ്രോഗ്രാമേഴ്സ് ടു റൈറ്റ് ഈസിയർ പ്രോഗ്രാംസ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജസ് ഹാവ് ബീൻ ഡെവലപ്പ്. അപ്പോൾ അടുത്ത വഴി എന്ന് വെച്ചാൽ ഈ 1 0 ഒഴിവാക്കിയിട്ട് നമുക്ക് വായിച്ച ഏതാണ്ടൊക്കെ മനസ്സിലാവുന്ന തരത്തിൽ പ്രോഗ്രാംസ് എഴുതുക എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എന്നുള്ളത് അത് അത്തരത്തിലൊരു ലാംഗ്വേജാണ്. എന്താണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് വെച്ചാൽ, എ പ്രോഗ്രാമർ ക്യാൻ ഈസിലി റൈറ്റ് എ പ്രോഗ്രാം യൂസിങ് ആൽഫ ന്യൂമറിക് സിമ്പിൾസ് ഇൻസ്റ്റെഡ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. ചെറിയ വാക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അക്ഷരങ്ങളോ വെച്ച് നമുക്ക് പ്രോഗ്രാംസ് എഴുതാം. അല്ലാണ്ട് നമ്മൾ 0 1 മാത്രം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മീനിങ് ആൻഡ് ഈസിലി റിമെമ്പറബിൾ സിമ്പിൾസ് ആർ ചൂസൺ ഫോർ ദി പർപ്പസ്. അപ്പോൾ നമ്മൾ ആൽഫ ന്യൂമറിക് സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആൽഫ ന്യൂമറിക് എന്ന് വെച്ചാൽ എന്താ, നമ്പേഴ്സും അതുപോലെ തന്നെ ആൽഫബറ്റ്സും ഉൾപ്പെട്ടതാണ് ആൽഫ ന്യൂമറിക് സിമ്പിൾസ്. അപ്പോൾ ഈ ആൽഫബറ്റ്സും നമ്പേഴ്സും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് എഴുതാം. ഇത് വായിച്ച് നോക്കിയാൽ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇത് പ്രോഗ്രാമിംഗ് അറിയാവുന്ന ഒരാൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവും. ഉദാഹരണത്തിന് ADD ആഡ് എന്നുള്ളത് അഡീഷനായിട്ടും, SUBs എന്നുള്ള സബ്ട്രാക്ഷനും, CMP ഫോർ കമ്പാരിസൺ എക്സെട്ര. അപ്പോൾ ഈ വാക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ആഡ് എന്നുള്ള വാക്കാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എൻ്റെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതല്ല SUB കാണുന്നത് മനസ്സിലാവും, ഓക്കെ സബ്ട്രാക്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം സിമ്പിൾസ്, അത് ആഡ്, SUB, ഇതിനൊക്കെ നമ്മൾ എന്ത് പേരെ വിളിക്കുക, ദേ ആർ നിമോണിക്സ്. ഇതിനെ MNEMONICS എന്ന് എഴുതിയെങ്കിലും ആദ്യത്തെ M സൈലൻ്റ് ആണ്, നമ്മളതിനെ നിമോണിക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, സോ വാട്ട് ആർ നിമോണിക്സ്? നിമോണിക്സ് ആർ മീനിങ്ഫുൾ ആൻഡ് ഈസിലി റിമെമ്പറബിൾ ആൽഫ ന്യൂമറിക് സിമ്പിൾസ് യൂസ് ടു റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. ഇനി നമ്മൾ ഈ നിമോണിക്സ് വെച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ഈ നിമോണിക്സ് എഴുതുന്നൊരു പ്രോഗ്രാമാണ്. സോ അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ് ഈസ് എ പ്രോസസ് ഓഫ് റൈറ്റിംഗ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ്. എങ്ങനെ എഴുതും? യൂസിങ് നിമോണിക്സ്. കാരണം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ് എന്നാണ്.
ഇനി ദ റൈറ്റിംഗ് ഓഫ് എ പ്രോഗ്രാം ഇൻ അസംബ്ലി ലാംഗ്വേജ് ഇസ് മച്ച് ഈസിയർ ആൻഡ് ഫാസ്റ്റർ ആസ് കമ്പയർഡ് ടു ദ റൈറ്റിംഗ് ഓഫ് പ്രോഗ്രാമിംഗ് മെഷീൻ ലാംഗ്വേജ്. ഈ 1-0 വെച്ച് എഴുതുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവുന്ന വാക്കുകൾ വെച്ച് എഴുതാവുന്ന പ്രോഗ്രാം. ഓക്കെ, പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താ, പിന്നെ പ്രോഗ്രാം ഇസ് റിട്ടൺ ഇൻ എ ലാംഗ്വേജ് അതർ ദാൻ മെഷീൻ ലാംഗ്വേജ്, അതായത് 0s 1s അല്ലാണ്ട് നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം ആർക്ക് മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? സോ എ പ്രോഗ്രാം റിട്ടൺ ഇൻ എനി അതർ ലാംഗ്വേജ് ഹാസ് ടു ബി ട്രാൻസ്ലേറ്റഡ് ടു മെഷീൻ ലാംഗ്വേജ് ബിഫോർ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ മാത്രമേ കമ്പ്യൂട്ടർ അനുസരിക്കൂ, അല്ലേ? അപ്പോൾ നമുക്കിനി എന്താ വേണ്ടേ? വി നീഡ് എ പ്രോഗ്രാം, അല്ലേ? വി നീഡ് എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് ദിസ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഇതിന് ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്ന പേരാണ് അസംബ്ലർ. അപ്പോൾ എന്താണ്? എ പ്രോഗ്രാം വിച്ച് ട്രാൻസ്ലേറ്റ്സ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു എ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ഇസ് കോൾഡ് ആസ് ആൻ അസംബ്ലർ. അസംബ്ലറിൻ്റെ പണി എന്താ? ഇറ്റ് ഇസ് ലൈക്ക് എ ട്രാൻസ്ലേഷൻ, തർജ്ജമ. നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. ഈ നമ്മൾ എഴുതുന്ന ന്യൂമോണിക്സ് വെച്ച് എഴുതിയ അസംബ്ലി ലെവൽ പ്രോഗ്രാമിനെ ഒരു അസംബ്ലർ എന്താക്കി മാറ്റും? മെഷീൻ ലെവൽ പ്രോഗ്രാം 0-1 ആക്കി മാറ്റും. ഓക്കെ, അസംബ്ലേഴ്സ് പലതരത്തിലുണ്ട്. ഒരെണ്ണം സെൽഫ് അസംബ്ലർ ഓർ റെസിഡൻറ്റ് അസംബ്ലർ ഈസ് ആൻ അസംബ്ലർ വിച്ച് റൺസ് ഓൺ ദ മൈക്രോ കമ്പ്യൂട്ടർ ഫോർ വിച്ച് ഇറ്റ് പ്രൊഡ്യൂസസ് ഒബ്ജക്റ്റ് കോഡ്സ്. അതായത് ഈ സെൽഫ് അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിൽ തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അസംബ്ലറിനെയാണ് നമ്മൾ സെൽഫ് അസംബ്ലർ എന്ന് വിളിക്കുക. അതേപോലെ എ ക്രോസ് അസംബ്ലർ ഈസ് ആൻ അസംബ്ലർ ദാറ്റ് റൺസ് ഓൺ എ കമ്പ്യൂട്ടർ അതർ ദാൻ ദാറ്റ് ഫോർ വിച്ച് ഇറ്റ് പ്രൊഡ്യൂസസ് ഒബ്ജക്റ്റ് കോഡ്സ്. അതായത് നമ്മുടെ ഈ അസംബ്ലി ലെവൽ പ്രോഗ്രാമിങ്ങിന് ചെറിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് മൈക്രോ പ്രോസസ്സറിലാണോ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ആ മെഷീനിന് മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഇൻ്റലിൻ്റെ ഒരു മൈക്രോ പ്രോസസ്സർ എടുത്ത് അതിൽ ഞാനൊരു പ്രോഗ്രാം എഴുതി നോക്കിയ, ഓക്കെ, ഈ പ്രോഗ്രാം ഞാനെടുത്ത വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കിയൊരു മൈക്രോ പ്രോസസ്സറാണെന്നിരിക്കട്ടെ, AMD അതുപോലെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിൻ്റെ മൈക്രോ പ്രോസസ്സറിൽ കൊണ്ട് ഉപയോഗിക്കാൻ നോക്കിയാൽ നടക്കില്ല. അപ്പോൾ ഇറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. ഏത് മെഷീനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് അനുസരിച്ച് അതിൻ്റെ ലാംഗ്വേജും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ക്രോസ് അസംബ്ലർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ്റലിൻ്റെ ഒരു പ്രോഗ്രാം എടുത്ത് വേറെ ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ AMD എന്നുള്ളൊരു വേറൊരു കമ്പനി, ഞങ്ങൾക്ക് അഡ്വാൻസ് മൈക്രോ ഡിവൈസസ് എന്നുള്ളത് വേറൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ടാക്കുന്ന വേറൊരു കമ്പനിയാണ്. അവരുടെ മൈക്രോ പ്രോസസ്സർ റൺ ചെയ്യണമെങ്കിൽ എനിക്കൊരു ക്രോസ് അസംബ്ലർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ് എന്താണെന്നും അതുപോലെ തന്നെ എന്തിനാണെന്നുള്ളതിൻ്റെ ബേസിക്സ്. ഇനി നമുക്ക് അറിയേണ്ടത്, ഇത് നിങ്ങൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച 8085 മൈക്രോ പ്രോസസ്സറായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക, അല്ലേ? നമ്മൾ തന്നെ ടീച്ചറായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ തന്നെ ടീച്ചർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിശദമായിട്ടുള്ളൊരു ഡയഗ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 8085യുടെ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രാണ് നമ്മളിതിൽ കാണുന്നത്. ഈ പച്ച നിറത്തിൽ ആരോ വെച്ച് കാണുന്നത് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ബസ്, അല്ലേ? ഇൻറ്റേർണൽ ബസ്സസ് ആണ്. ഡാറ്റയും അഡ്രസ്സിനൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന പാതകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറ്? ബസ് എന്ന് വിളിക്കാറ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് 8085 പല കമ്പോണൻസ് ഉണ്ട്, അല്ലേ? ദർ ഇസ് എൻ അക്യൂമുലേറ്റർ, അല്ലേ? ടെമ്പററി പലതരത്തിലെ രജിസ്റ്റേഴ്സ് ഉണ്ട്. ALU, അല്ലെ? അർത്ഥമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും ഇൻസ്ട്രക്ഷൻ ഡീകോഡറും ഉണ്ട്, നമുക്കറിയാം. പിന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാനായി ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, അല്ലേ? BCDEHL എന്നിങ്ങനെ 6 ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ അതിനോടൊപ്പം തന്നെ സ്റ്റാക്ക് പോയിൻ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് അഡ്രസ് ലാച്ച് എല്ലാം ഉണ്ട്. അതുപോലെ അഡ്രസ് ബഫർ ആസ് വെൽ ആസ് ഡാറ്റ ഓർ അഡ്രസ് ബഫർ, അല്ലേ? പിന്നെയാണ് നമുക്ക് ഇൻറ്ററപ്റ്റ്സ് ഉള്ള ഇൻറ്ററപ്റ്റ് കൺട്രോൾസ് ഉണ്ട്. പിന്നെ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഫ്ലാഗുകൾ, നിങ്ങൾ 5 തരത്തിലുള്ള ഫ്ലാഗുകൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത്തരം ഫ്ലാഗ് ഉണ്ട്. പിന്നെ ഇതത്തെ സോക്കോൾ ടെമ്പററി രജിസ്റ്റർ, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ 8085യുടെ ഒരു ബേസിക് ഘടന. ഇതിവിടെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ ഒരുപാട് ഉപയോഗിക്കാൻ പോകുന്നത് ഈ രജിസ്റ്റേഴ്സാണ്. ഓക്കെ, പ്രോഗ്രാമിങ്ങിൽ നമുക്ക് എന്ത് വേണം? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയണം. രജിസ്റ്റേഴ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കാറ്? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, അല്ലേ? അപ്പോൾ നമ്മൾക്ക് BCDEHL എന്നുള്ള ഇങ്ങനെ നമ്മുടെ ഉള്ള എന്തുണ്ട്? ഒരു 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. ഓരോ രജിസ്റ്ററിലും 8 ബിറ്റുകൾ അല്ലെങ്കിൽ 1 ബൈറ്റ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ പറയാൻ എനിക്ക് 2 ബൈറ്റ് സ്റ്റോർ ചെയ്യണം, 16 ബിറ്റ്സാണ് എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് B, C ഒരുമിച്ചെടുക്കാം.
രണ്ടിൽ 8 ബിറ്റാണ്. രണ്ടിൽ ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് 16 ബിറ്റ് അല്ലെങ്കിൽ 2 ബൈറ്റ്സ് സേവ് ചെയ്യാൻ പറ്റും. B.C.D.E.H.L ഇങ്ങനെ 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കുള്ളത്. പിന്നെയുള്ള സ്റ്റാക്ക് പോയിൻ്ററാണ്. സ്റ്റാക്ക് എന്താണെന്നുള്ളതും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണും. അത് കാൽക്കുലേഷൻ ഇടയ്ക്ക് വേണ്ടി വരുന്ന സംഭവമാണ് ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ പ്രോഗ്രാം കൗണ്ടർ എന്താണെന്നുള്ളതും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി പെർഫോംഡ് അല്ലേ. അതുപോലെ തന്നെ അഡ്രസ് ബഫർ, ഡാറ്റ ഒരു അഡ്രസ് ബഫർ, അതുപോലെ തന്നെയാണ് നമ്മുടെ ടൈമിംഗ് കൺട്രോൾ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ബേസിക്. ഇതിലെനിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ പറഞ്ഞ ഡാറ്റ രജിസ്റ്റേഴ്സാണ്. അതായത് B.C.D.E.H.L ഇതേപോലെ തന്നെ അക്യൂമുലേറ്റർ. ഓക്കെ, ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടി വരിക ഈ പറഞ്ഞ ഇൻ്ററപ്റ്റ് കൺട്രോളും ടൈമിംഗ് കൺട്രോളും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് now let us look at our 8085 ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ 8085 നമ്മൾ എങ്ങനെയാണ് ഒരു അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ് 8085 മൈക്രോ പ്രോസസ്സറിൽ സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 8085 എന്തൊക്കെ തരം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് എ കമാൻഡ് ഗിവൺ ടു എ കമ്പ്യൂട്ടർ ടു പെർഫോം എ സ്പെസിഫിക് ഓപ്പറേഷൻ ഓൺ എ ഗിവൺ ഡാറ്റ. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ പുറത്ത് കൃത്യമായ എന്തോ ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം ചെയ്യാനായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. അതെല്ലാം കൂടെ ചേർന്നതാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ വാട്ട് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ സെറ്റ്? The instruction set of a microprocessor is a collection of instructions that the microprocessor is designed to execute. A programmer can write a program in assembly language using these instructions. നമ്മൾ ഫോർ എക്സാമ്പിൾ പൈത്തൺ പഠിച്ചപ്പോൾ പൈത്തണിൽ പല സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം ഇൻസ്ട്രക്ഷൻ കൂട്ടിച്ചേർത്ത് വെച്ചാൽ എന്തായി, ഒരു പൈത്തൺ പ്രോഗ്രാമായി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ 8085 നമ്മൾ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാംസ് എഴുതാൻ പോണത്. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. ഓക്കെ, നേരത്തെ നമ്മളുണ്ടല്ലോ MOV, മൂവ് എന്നോ മറ്റും ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെ, എങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ, ഏതൊക്കെയുള്ളതാണ് നമുക്ക് ഇനിയും കാണേണ്ടത്. ഇനി 8085 നമുക്ക് എല്ലാവർക്കും ഇറ്റ് ഇസ് എൻ 8-bit ഡിവൈസ് അല്ലേ. സോ ഇറ്റ് ക്യാൻ സ്റ്റോർ 2⁸ ഇൻസ്ട്രക്ഷൻസ്. പക്ഷേ എന്താ 8085 256 ഇൻസ്ട്രക്ഷൻസ് ഇല്ല. 256 എന്ന് വെച്ചാൽ 2⁸ ആണ് 256. അത്ര ഇൻസ്ട്രക്ഷൻസ് ഇല്ല, 246 ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൊത്തം നമുക്ക് 74 ഇൻസ്ട്രക്ഷൻസാണ് 8085 ഉള്ളത്. അപ്പോൾ ഈ 8085 ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് കൃത്യമായി നമുക്ക് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ മൈക്രോ കമ്പ്യൂട്ടറുകളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാം. എല്ലാ 8085 സാധ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാം കൂടി പഠിക്കാനല്ല, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ഹാവ് മോർ ദാൻ വൺ ഫോർമാറ്റ്. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ 8-bit വാല്യൂ. പല ഇൻസ്ട്രക്ഷൻസിനും പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓരോ ഇൻസ്ട്രക്ഷൻസും ഒരു ബൈറ്റ് ആയിരിക്കും അതിൻ്റെ വലിപ്പം. അതാണ് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ 8-bit ബൈനറി വാല്യൂ. 8 എന്ന് വെച്ചാൽ നമുക്കറിയാം 1 ബൈറ്റാണ്. ഓക്കെ, അപ്പോൾ 8 ഡിജിറ്റ് ഉണ്ടാവുന്ന അർത്ഥം. ഇനി നമ്മൾ ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എങ്ങനെയിരിക്കും കണ്ടു കഴിഞ്ഞിരിക്കും. ഇൻസ്ട്രക്ഷനിൽ 2 പാർട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ആസ് എൻ ഓപ്പറേഷൻ കോഡ്, ഓൾസോ നോൺ ആസ് എൻ ഓപ്പ് കോഡ് ആൻഡ് ആൻ ഓപ്പറൻറ്റ്. ഒരു ഓപ്പ് കോഡും ഓപ്പറൻറ്റും ചേർന്നതാണ് ഒരു 8085 ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്പ് കോഡ് എന്ന് വെച്ചാൽ എന്തെന്നാ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ വിച്ച് സ്പെസിഫൈസ് ദ ടാസ്ക് ടു ബി പെർഫോംഡ്. എന്താണ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഓപ്പ് കോഡാണ്. ഓക്കെ, ഇനി ഓപ്പറാൻഡ് എന്ന് വെച്ചാൽ എന്താ, കമ്പ്യൂട്ടറിന് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡാറ്റ വേണമല്ലോ. ഈ ഡാറ്റയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഓപ്പറാൻഡ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നു, ചെയ്യേണ്ടത് ഏതിൻ്റെ പുറത്താണെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അതാണ് ഓപ്പ് കോഡും ഓപ്പറൻറ്റും. അപ്പോൾ നമ്മൾ ഓപ്പറൻ്റായിട്ട് കൊടുക്കുക എന്തായിരിക്കും, ഡാറ്റ ആയിരിക്കും. ദ ഡാറ്റ ഗിവൺ ഇൻ ദി ഇൻസ്ട്രക്ഷൻ മേ ബി ഇൻ ദ ഫോം ഓഫ് എ 8-bit ഓർ എ 16-bit ഡാറ്റ, അല്ലെങ്കിൽ 16-bit അഡ്രസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് രജിസ്റ്ററിൻ്റെ പേരുകളായിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം.
ഓക്കെ. ഇനി നമ്മൾ ഇൻസ്ട്രക്ഷൻസ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിനെ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ. സോ വി ക്യാൻ ക്ലാസിഫൈ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ 8085 മൈക്രോ പ്രോസസർ ടു ദ ഫോളോയിങ് ക്ലാസ്സസ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. രണ്ടാമത്തെ നമുക്ക് വിളിക്കാം അരിത്തമെറ്റിക് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. മൂന്നാമത്തെ ഇറ്റ് ഇസ് ലോജിക്കൽ ഗ്രൂപ്പ്. നാലാമത്തെ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് കൺട്രോൾ ഗ്രൂപ്പ്. ആൻഡ് ഫിഫ്ത്ത് ഇസ് ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ ഇത്രയും എന്താണ് ക്ലാസ്സസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് 8085 മൈക്രോ പ്രോസസറിൽ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഏറ്റവും ആദ്യത്തെ ഇറ്റ് ഇസ് ദി ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പ്. അത് പേര് പോലെ തന്നെ നമുക്കറിയാം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മളൊരു ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ആർ യൂസ് ടു ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം വൺ രജിസ്റ്റർ ടു അനദർ രജിസ്റ്റർ, ഫ്രം മെമ്മറി ടു രജിസ്റ്റർ ഓർ രജിസ്റ്റർ ടു മെമ്മറി ഓർ ഇൻ ബിറ്റ്വീൻ രജിസ്റ്ററി ആൻഡ് സ്റ്റാക്ക് എക്സെട്ര. നമ്മൾ ഡാറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ അത് ചിലപ്പോൾ ഒരു രജിസ്റ്ററിൽ നിന്ന് വേറെ രജിസ്റ്ററിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യാനായിരിക്കും. ഇങ്ങനെ പോലെ ഒരുപാട് തരത്തിലുള്ള ഡാറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ. സോ വെൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഈസ് ഗ്രൂപ്പ് വേണമെന്നില്ല, ഒരു ഇൻസ്ട്രക്ഷൻ ആയാലും മതി. ഡാറ്റ ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം ദ സോഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ കണ്ടൻസ് ഓഫ് ദ സോഴ്സ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മളിപ്പോൾ ഡാറ്റ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് കൊണ്ടുപോയപ്പോൾ ആദ്യം ഡാറ്റ ഇരുന്ന സ്ഥലത്ത് ഡാറ്റ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, എവിടെയും പോയിട്ടില്ല. അല്ലാണ്ട് ഇവിടെ നമ്മൾ ഒരു പൊക്കിയെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്യുക. Okay, so when this group of instructions is executed, data is transferred from the source to the destination without changing the contents of the source. സോഴ്സിൽ എങ്ങനെയാണോ, അപ്പോൾ നമ്മൾ പറയേണ്ട രജിസ്റ്റർ ബിയിൽ നിന്നും അക്യൂമുലേറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ രജിസ്റ്റർ ബിയിൽ നിന്ന് അക്യൂമുലേറ്ററിലേക്ക് കൊണ്ടുവയ്ക്കും, പക്ഷേ ബിയിലെ പഴയ ആൾ അവിടെ നിന്ന് ഇരിപ്പുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പിലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ കാണുന്നത്. MOV, അത് നേരത്തെ പറഞ്ഞ പോലെ മൂവ് ഓപ്പറേഷനാണ്. MVIയും മൂവ് ഓപ്പറേഷൻ തന്നെയാണ്. പിന്നെ LXI, LDA എന്നുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓക്കെ. ഇനി അടുത്തതാണ് നമ്മുടെ അരിത്തമെറ്റിക് ഗ്രൂപ്പ്. എന്താണ് അരിത്തമെറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നതിനാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ അരിത്തമെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുക. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ആരുടെ പുറത്താണ് പെർഫോം ചെയ്യേണ്ടത്? അത് നമ്മൾ സ്പെസിഫൈ ഓപ്പറൻസിൽ സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ആഡ്, SUB, INR, DCR എക്സെട്ര, ദീസ് ആർ ദി അരിത്തമെറ്റിക് കമാൻഡ്സ്. ഇനി അടുത്തതാണ് ലോജിക്കൽ ഗ്രൂപ്പ്. എന്താണ് ലോജിക്കൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ലോജിക് ഗേറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ആ പേര് പോലെ തന്നെ ദി ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് ആൻഡ്, ഓർ, കോംപ്ലിമെൻറ്റ് അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. ഇപ്പോൾ ആൻഡ് ചെയ്യാനും ഓർ ചെയ്യാനൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് 8085 അവൈലബിൾ ആണ്. അതൊക്കെ ഏതിലാണ് പെടുക? ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിലാണ് പെടുക. അപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ANA, XRA, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും. ഇത് ആൻഡ് ചെയ്യാനും അതുപോലെ തന്നെ XOR ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണത്. ഇനി അവസാനത്താണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ കൺട്രോൾ ഗ്രൂപ്പ്. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്ട്, സ്റ്റാക്ക് ആൻഡ് മെഷീനുകൾ. നമ്മൾ ഇൻപുട്ടിൽ നിന്നോ ഇൻപുട്ടിൽ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് സ്വീകരിക്കാനോ അതിൽ ഔട്ട്പുട്ടിലേക്ക് ഡാറ്റ അങ്ങോട്ട് കൊടുക്കാനോ വേണ്ട ഇൻസ്ട്രക്ഷൻസാണ് IO ആൻഡ് മെഷീൻ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ മെഷീൻ കൺട്രോളിനും നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ നമ്മളിത് പേര് പോലെ ഇന്ന്, ഔട്ട്, പുഷ്, പോപ്പ്, ഹോൾട്ട്. HLT എന്ന് വെച്ചാൽ ഹോൾട്ടാണ് മൈക്രോ പ്രോസസ്സറിനെ പണിയൊന്നും ഇല്ലാതെ നിർത്തുക. ഓക്കെ. അപ്പോൾ അതാണ് മെഷീൻ കൺട്രോൾ എന്ന് വെച്ചാൽ അതാണ് മൈക്രോ പ്രോസസ്സറിനെ ഒരു ഭാഗത്ത് നിർത്തുക, അതായത് പണിയൊന്നും എടുപ്പിക്കാതെ ഹോൾട്ട് ചെയ്യാനാണ് നമ്മൾ HLT എന്ന് ഉപയോഗിക്കുക. ഓക്കെ.